സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ജോബ് ഡേ ഇൻ ഫ്രാങ്ക്ലിൻസ് ലൈഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ നന്നായി ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ജോലിക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സമയം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ജോലിക്ക് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കുറച്ചേരം. പിന്നെ ഗൈസ് വേറൊരു കാര്യം, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡൗൺ ടൗൺ ക്യാബ് കമ്പനിയിലാണ്. അപ്പോൾ കമ്പനി വേറെ ആരുടെ അല്ല ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വേഗം പോകാം ഗൈസ്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ആൾക്കാർ നമ്മുടെ ക്യാബ് കൺട്രോൾ ചെയ്തിട്ട് നമുക്കും നമ്മുടെ വെച്ചിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും കൂടെയാണ് പോകാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും പെട്ടെന്ന് ഡ്രസ്സ് മാറാം. നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇടാം, കാരണം നമ്മളിപ്പോൾ ജോലിക്ക് പോകല്ലേ. പിന്നെ ഒരു മഞ്ഞ കളർ ആയതുകൊണ്ട് നമുക്ക് ക്യാബ് കമ്പനിയിൽ മഞ്ഞയല്ലേ ടാക്സിയുടെ കളറ്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ ദിവസവും ബൈക്കിലാണ് പോകാറ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം നമ്മൾ കാറിലാണ് പോകുന്നത്. നമ്മുടെ 2 മോഡിഫൈഡ് കാറുകൾ അവിടെ ഇരിപ്പുണ്ട്. ഇത് മോഡിഫൈഡ് ആണ് ഗൈസ്. നമ്മൾ ഏതായാലും ലേറ്റ് ആയിട്ടുണ്ട്, അവിടെ ഒത്തിരി പേരൊക്കെ പോയി കാണും. ഓക്കെ, ലേറ്റ് ആയിട്ടുണ്ട് ഇറങ്ങാൻ. പിന്നെ ഗൈസ് നമ്മളെ ഓണർ ആയതുകൊണ്ട് വലിയ സീനില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഗൈസ് നമ്മുടെ ജോലിക്കാരായതുകൊണ്ടേ വലിയ നമ്മളൊന്നും പറയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി മാത്രം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളൊരു ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. നമുക്കിവിടെ ഇട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ കയറാം ഗൈസ്. ഓക്കെ, വണ്ടിയിൽ കയറുമ്പോൾ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരുത്ത് എല്ലാ ദിവസവും ഇറങ്ങി ഓടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് അവനെ ഒന്ന് പേടിപ്പിച്ച് തരാം. ഹലോ. ഓക്കെ ഗൈസ്, അവനെ കൊല്ലുന്നൊന്നുമില്ല, കാരണം നമ്മൾ നന്നായി ഗൈസ്, നന്നായി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എടുക്കുകയാണ്. പിന്നെ ഇതാണ് ഗൈസ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത്. മറ്റവൻ ഓടിപ്പോണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും നമുക്ക് ഫസ്റ്റ് ജോബ് നമ്മുടെ ക്യാബ് കമ്പനിയുടെ തൊട്ടിപ്പുറത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോഡൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവനെ ഒന്ന് കൊണ്ട് വിട്ടേക്കാം. കേരള ഓ പുറകോട്ടാണല്ലോ. ഓക്കെ, പിന്നെ ഗൈസ് നമ്മുടെ ആൾക്കാരും ഉണ്ട്, നമ്മളും ഉണ്ട്. നമ്മൾ പിന്നെ ഓണർ ആയതുകൊണ്ട് നമുക്ക് എത്ര താമസിച്ചാലും വലിയ സീനൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളൊന്നും ആരും പറയാത്തത്. ഓക്കെ, ഏതായാലും നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. എവിടെയാണ്? ഇവിടെയാണ് ഗൈസ് നിർത്തേണ്ടത്. ഓക്കെ ബ്രോ, താങ്ക് യു, ബൈ. ഇനി നമുക്ക് അടുത്തത് ആരെയാ കിട്ടണ്ടേ നോക്കട്ടെ. എവിടെയാ? ഓ ഗൈസ് നേരെ പോകുന്ന വഴിക്കാണ്. അവനെയും കൂടെ നമുക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ, അവനെന്ത്? ഓക്കെ ഗേസ്, ദേ ഇവൻ ഇവിടെ ഉണ്ട്. ഒന്ന് വേഗം വാ ബ്രോ. പിന്നെ ഗേസ് നമുക്ക് നമ്മുടെ വണ്ടി എവിടെ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണം. തട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ടിപ്പ് കുറയ്ക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് പോവാം. പക്ഷെ നമ്മൾ കുറച്ച് സ്പീഡാണ് കേസ്. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഏതായാലും നമുക്ക് സ്പീഡിൽ തന്നെ പോവാം. അപ്പോൾ സമയവും അവന്മാർ നോക്കും. അതുകൊണ്ട് ഇത് ഏത് മണ്ടയ്ക്കാണ് കേസ്? ഓക്കെ, ഇത് മണ്ടയ്ക്കാണ്, നല്ലൊരു കുന്നിൻ്റെ മണ്ടയ്ക്ക്. ഓ, ഇത് മറ്റേ സ്ഥലമല്ലേ? ഒരു സ്ഥലമാണ്. പിന്നെ കേസ് നമുക്ക് ഇവിടുന്ന് വേറൊരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാസഞ്ചർ നല്ല ലോങ്ങിലാണ് പോകേണ്ടത്. അപ്പോൾ ഏതായാലും കയറിയ കുന്ന് അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങാം. പിന്നെ നമുക്ക് സ്പീഡിലൊന്നും പോകണ്ട, പയ്യെ പോയാൽ മതി, കാരണം ഇറക്കമായതുകൊണ്ട് തെന്നിപ്പോവും. പിന്നെ കേസ് നമ്മളങ്ങനെ ഏതായാലും പാസഞ്ചറിൻ്റെ സ്പോട്ട് സ്ഥലം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് സൈഡാണല്ലോ, അപ്പോൾ നമുക്ക് ഏതായാലും വളച്ച് നിർത്താം. അയ്യോ, ഇപ്പോൾ അവരിടിച്ചിട്ടാണ്, ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ. അങ്ങനെ കേസ് നമ്മൾ ആ പാസഞ്ചറിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടല് $190 കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പാസഞ്ചറിനെ പിക്കാൻ പോവാണ് ഗേസ്. ഓ ദേ, അത് നമ്മുടെ നേരെ ഓപ്പോസിറ്റാ. നമ്മളപ്പോൾ പോയ വഴി പിന്നെയും വന്ന് ഇങ്ങനെ എവിടെയാ? ഓ ദേ ആൾക്കൂട്ടത്തിനിടയിൽ ഗൈസ് അവർ പേടിച്ചേ. ഓക്കെ, ആൾക്കൂട്ടം പേടിച്ച്, പക്ഷെ നമ്മുടെ പാസഞ്ചർ മാത്രം പേടിച്ചില്ല ഗൈസ്. അങ്ങനെ ആ പാസഞ്ചറിനെ കൊണ്ടുവിട്ട് കുറച്ച് ചായ കുടിച്ചിരുന്നപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും അത് പിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അതെ അവനെയും പിക്കി, അവനെ കൊണ്ട് വിടണം. ഇനി കയറി വാ ബ്രോ. ഓക്കെ, അങ്ങനെ അവനെയും കൊണ്ട് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് കൂടുന്നുണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ദേ ഇനി അടുത്ത ആളെ പിക്കണം. ഇവന് ഇവിടെയാണോ? എന്നാൽ പിന്നെ ഇവന് റോഡിലോട്ട് കുറച്ച് ഇറങ്ങി നിന്നൂടെ?
നമ്മൾ ക്യാബാണ്, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. നമുക്കേതായാലും പോവാം, സ്പീഡിൽ പോവാം. ഇതും കുറച്ച് ലോങ് ആണ് ഗൈസ്. ഓക്കെ, ഇത് അത്യാവശ്യം കുറച്ച് ലോങ് ഉണ്ട്. ഓ വണ്ടി ലോറിക്കിട്ട് തട്ടല്ലേ. അയ്യോ ഗൈസ്, വളരെ ഈ സ്ഥലം വണ്ടിക്കകത്ത് നിറച്ച് പൊടിയൊക്കെ പറ്റി. ഓ ഇത് ഷോർട്ട് കട്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥലം ലാഭിക്കാനുള്ള ഷോർട്ട് കട്ട്. ഓ നമ്മുടെ കൺട്രോൾ റൂമിലുള്ള ഓഫീസേഴ്സൊക്കെ കൊള്ളാമല്ലോ, ഷോർട്ട് കട്ട് തന്നെ പറഞ്ഞുതരും. ഓക്കെ, അങ്ങനെ അവനെയും കൊണ്ടുവിട്ടിട്ടുണ്ട്. എന്നാലും പൊടി പറ്റി ഗൈസ് നിറച്ച്. ഏതായാലും ഓ ഗൈസ്, നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് അടുത്തത് ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഗൈസ്. വെറുതെ ഇറങ്ങി. ഓക്കെ, അങ്ങനെ ആ പാസഞ്ചറിനെയും കയറ്റിയിട്ട് നമ്മൾ ഏതായാലും പിന്നെ ഇറങ്ങുവാണ് ഗൈസ്. എന്തൊരു ഗതികേടാണ് നമുക്ക്. അയ്യോ ഇടിച്ചില്ല. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും ഇതും കുറച്ച് ലോങ് ആണ് ഗൈസ്. എല്ലാം വരുന്നത് ഭയങ്കര ലോങ്ങിലാണ് കേട്ടോ. ഇവിടുന്ന് അവിടെ, അവിടുന്ന് ഇവിടെ എന്നുവെച്ചാൽ 2 സിറ്റി മാറി മാറിയാണ് പോകുന്നത്. ഏതായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓ ഇവിടെ ഇപ്പോൾ വഴി തെറ്റിയാനെ. അയ്യോ. ഓക്കെ, അങ്ങനെ അവനെ നമുക്ക് ഇറക്കി വിടാം. ഓക്കെ, ബൈ പൈസ കാണാം. ഓക്കെ 300. ഓ ഗൈസ്, നമുക്ക് ലെങ്ത്ത് കൂടുന്തോറും പൈസയും കൂടും കേട്ടോ. അങ്ങനെ അവിടുന്ന് അവനെ ഇറക്കിയ സ്ഥലത്ത് നിന്ന് നമുക്ക് വേറൊരാളെ കിട്ടി. അങ്ങനെ അവനെയും ലോങ് എത്തിയപ്പോഴത്തേക്ക് ഏതായാലും ഗൈസ് ഒരു സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. ഓ ഇവൻ മറ്റേ ട്രക്കിംഗ് ആണെന്ന് തോന്നുന്നു ഒരു ഗൈസ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാസഞ്ചറിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതും കുറച്ച് ലോങ് ആണ് ഗൈസ്. ഓ നമ്മൾ ഈ ഫുള്ള് കുന്നിൻ്റെ മണ്ടയ്ക്കോട്ടുള്ള പോക്കാണ് കേട്ടോ. അങ്ങനത്തെ അവനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഇതേ ഒരു പാസഞ്ചർ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു 2 എണ്ണം കൂടെ കഴിഞ്ഞിട്ട് നിർത്താം ഗൈസ്. ഓക്കെ, പിന്നെ നമുക്കിനി നമ്മുടെ ലോസ് ആൻഡസിലോട്ട് പോകണം. ഫ്രാങ്കിൻ്റെ വീട്ടിലോട്ട് പോകണം ഗൈസ്. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ ഒത്തിരി നൈറ്റ് ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്കിനി കുറച്ച് അധികം ദിവസം അവധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി നൈറ്റൊക്കെ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒത്തിരി ദിവസം അവധിയുണ്ട്. ഓക്കെ, 2 months ഒക്കെ അവധിയുണ്ട്. ഓക്കെ, ലീവ് പോലെ. ഇതിൻ്റെ സംഭവം എടാടാ നിൽക്കടാ. എടാടാ കൊച്ചിറക്ക പൈസ തരാതെ പോകുന്നു. നീ ഈ സമയം പൈസ തരാതെ പോകുന്നു. നമ്മുടെ ഈ തോക്കുണ്ടെന്ന് വെടിവെച്ച് നോക്കാം. ഓ ഓക്കെ, അങ്ങനെ അവൻ്റെ മുട്ടിലിട്ട് താഴെ വെടിവെച്ചിട്ടുണ്ട്. CID മിസൈലൊക്കെ പോയി. ഓക്കെ, നീ പൈസ തരാതെ പോടാ. നീ പൈസ തരത്തില്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ അവനെ അടിച്ചപ്പോഴത്തേക്കും ഇവിടെ ഇവന്മാർ നമ്മളെ അടിക്കുന്നു. ഏതായാലും നമ്മൾ അവന്മാരെയും തീർക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ വേണ്ടാന്ന് നോക്കുമ്പോൾ അവന്മാർ ഓക്കെ 2നെ ചവിട്ടിയിട്ട് ഗൈസ് നമ്മൾ നന്നായതുകൊണ്ട് അവന്മാരെ കൊന്നിട്ടൊന്നുമില്ല, ബോധം കെടുത്തിട്ടിട്ട്. അപ്പോൾ ആംബുലൻസൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ നമ്മുടെ ഒരു പാസഞ്ചറിനും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, ഓ അയാളുടെ വീടെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ടാക്സി കൊണ്ടുപോയി നമ്മുടെ ഗോഡൗണിൽ ഇട്ടിട്ട് ഡൗൺ ടൗൺ ക്യാബിൻ്റെ ആ കമ്പനിയുടെ അവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഈ ഒരു ഇതുകൂടെ കഴിഞ്ഞ കാരണം നമുക്കിനി 2 months കംപ്ലീറ്റ് ലീവാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ ഫ്രാങ്ക്ലിൻസ് ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഏതായാലും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും സ്പീഡിൽ അങ്ങ് വീട്ടിലോട്ട് പോവാം. ഒത്തിരി രാത്രിയായി ഗൈസ്. ഓക്കെ, 1:33 ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ദേവന്മാരെല്ലാം വീട്ടിലല്ലേ നമ്മുടെ ക്യാബിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കാറ് നമ്മുടെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് അവൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ അവൻ്റെ കാർ എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ മതി എന്നാണ് അവൻ പറഞ്ഞത്. അതെ, അവൻ്റെ കാർ നമ്മൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഏതായാലും ഇവൻ്റെ കാർ വെച്ചിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, എല്ലാ ദിവസവും അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, എൻ്റെ കാർ എടുത്ത് അവൻ എൻ്റെ വീട്ടിൽ കൊണ്ടിടും. എന്നിട്ട് 3 ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ അവൻ്റെ കാർ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടിടും. അപ്പോൾ വേറൊരു ഫ്രണ്ട് വന്നിട്ട് ടാക്സി ആയിട്ട് വീട്ടിലോട്ട് വരും. അപ്പോൾ അവൻ എൻ്റെ ഫുള്ള് കൺഫ്യൂഷനാണ് ഗൈസ്. ഓക്കെ, അപ്പം ഏതായാലും അങ്ങനെയാണ് പരിപാടി. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ചോപ്പിന് നടത്താൻ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഗൈസ് നമുക്ക് ഒരു ഇറങ്ങേണ്ടി വരും, കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. ഓക്കെ, രാത്രി ആയതുകൊണ്ട് അതുകൊണ്ട് ആ താഴെ കാണുന്നതാണ് നമ്മുടെ വീട്. പക്ഷെ പേടിക്കേണ്ട ഗൈസ്, ഇവിടെ ഒരു ഇറക്കമുണ്ട്. നമുക്ക് കുറച്ച്
ഒന്ന് റിസ്ക് എടുത്ത് പോവാം. അതിലാണ് പോകേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് വണ്ടി വിടാം. അതാവുമ്പം ഇടിക്കാതെ ഓ ഗൈസ് സേഫ് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് അവൻ്റെ വണ്ടി നമ്മുടെ ബൈക്കിൻ്റെ ഇപ്പുറത്ത് കൊണ്ടിടാം. എല്ലാ ദിവസവും അങ്ങനെയാണ് ഇടാറ്. ഓക്കെ, ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് ആക്റ്റീവായി, കാരണം താഴോട്ടൊന്ന് ചാടിയപ്പം. പിന്നെ ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളമാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, കേരളത്തിലെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി തുണി അലക്കേണ്ട കാര്യമൊന്നുമില്ല, നനഞ്ഞു. ഇനി നമുക്ക് രാത്രി ആയതുകൊണ്ട് ഏതെങ്കിലും ഈ ഒരു ഡ്രസ്സ് ഇടാം. ഓക്കെ, ജേഴ്സി. എന്നിട്ട് ഇനി നമുക്കൊന്ന് കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലത്തെ ദിവസം അടിപൊളിയായിരുന്നു, പക്ഷെ കുറച്ച് പാടായിരുന്നു ഗൈസ്. ഓക്കെ, ഒരുത്തം പൈസ തന്നില്ല, അത് ചോദിച്ചപ്പോഴത്തേക്കും വേറെ കുറേമാർ ഇടിക്കാൻ വന്നു. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം. അയ്യോ, ഓക്കെ ഗൈസ്. അപ്പം ഇനി 2 മാസം നമുക്ക് അവധിയാണ്. 2 മാസം. ഓക്കെ, അപ്പോൾ 2 മാസം അവധിയാണ്. ഇനി നിങ്ങൾ കുറേ കണ്ടൻറ്റ് പറ ഗൈസ്, നമ്മൾ അതൊക്കെ ചെയ്യാം. ഫ്രീ ഫയർ, GTA 5 അങ്ങനെ കുറേ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.